ശരി, ഓക്കെ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇനിയിപ്പോൾ അധികം ആളുകളായിട്ട് സംസാരിക്കേണ്ട. ഇപ്പോൾ ആളുകൾ ആരെങ്കിലുമൊക്കെ വരാനുള്ള ഒരു ഗ്യാപ്പൊക്കെ കൂടിയിട്ട് ആണ് ഇപ്പോൾ എങ്ങനെയുണ്ട് മാർക്കറ്റ് എന്നുള്ളത് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്നത്തെയും പോലെ തുടങ്ങുന്നത് കോട്ടോടുകൂടിയാണ് തുടങ്ങുന്നത്. കോട്ടെന്ന് പറയുന്നത് സക്സസ് ഇൻ ട്രേഡിംഗ് സിസ്റ്റം ഫ്രം എ വെൽ ഡിഫൈൻഡ് success in trading stems from a well-defined system rather than isolated events. Consistency and strategies are key. Strategy are key. മൊത്തം വെള്ളിയാണ്. Success in trading stems from a well-defined system rather than isolated events എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം ഉണ്ടാവുക എന്നാണ് ഏറ്റവും ആത്യന്തികമായി അല്ലെങ്കിൽ ആത്യന്തികമായി നമുക്ക് വേണ്ടത്. റാദർ ദാൻ ഐസൊലേറ്റഡ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ, ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ന്യൂസ് പോലെയോ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് വൺസ് ഒരു 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ 24 മണിക്കൂറിൽ ഒരുപക്ഷെ ഒരു കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് അത് ഉണ്ടാവുക. അല്ലാതെ 24 മണിക്കൂറും നിറച്ച് ന്യൂസുകളൊന്നും വരില്ല. ഈവൻ ന്യൂസസ് വന്നാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവന്റ്സോ മറ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, പ്രൈസ് ആക്ഷനിലേക്ക് വീണ്ടും തിരിച്ചെത്തും. അതായത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടേതായ ഒരു സിസ്റ്റം നേരത്തെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്തൊരു സിസ്റ്റത്തിലേക്ക് വീണ്ടും മാർക്കറ്റ് വരും. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയാണ് മാർക്കറ്റിന്റെ സ്വഭാവം. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണ്, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഒരു ഡിഫൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞത് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അതാണ് സക്സസിന്റെ കീ എന്ന് പറയുന്നത്. ഇത് വായിച്ചിട്ട് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരുന്നോ? അല്ലെ വായിച്ചിട്ട് എന്തെങ്കിലും തോന്നിയിരുന്നോ? എന്നും പറയുന്ന പോലെ തന്നെ ഒരു കോട്ടായി പോയതാണോ അല്ലെങ്കിൽ അവസാനത്തെ ഭാഗം ഓക്കെ മനസ്സിലായിരുന്നു. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഐസൊലേറ്റഡ് ഇവന്റ്സ് എന്ന് വെച്ചാൽ വല്ലപ്പോഴും സംഭവിക്കുന്ന എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു ഇതിനേക്കാളും നല്ലത് നമുക്ക് സ്വന്തമായിട്ടൊരു സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയണെങ്കിൽ. ആണ് നമ്മുടെ ചെയ്യുന്നുള്ളത്. ഓക്കെ, അതിന് 2 എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇന്നിപ്പോ നമ്മൾ പറഞ്ഞിരുന്നു ഇമ്പോർട്ടന്റ് ആയ 2 ന്യൂസ് ആയിരുന്നു ഒന്നുണ്ടായിരുന്നു. എന്തായിരുന്നു? GDP പ്ലസ് എന്തായിരുന്നു അൺഎംപ്ലോയ്മെന്റ്. ഞാൻ ചാർട്ടിലോട്ട് വരാം. ആ ന്യൂസ് വരുന്ന സമയത്ത് ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ഈ ക്യാൻഡലിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്? അതൊരു നല്ലൊരു ബുള്ളിഷ് പോയി. ഈ ക്യാൻഡിൽ ആക്ച്വലി ഇവിടെ നിന്ന് താഴോട്ടേക്ക് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ബെയറിഷിക്ക് ഇറങ്ങിയിട്ടാണ് വീണ്ടും ബുള്ളിഷ് പോയത്. ആരെങ്കിലും ഞാൻ ലൈവിൽ ഇരിക്കുന്നു, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ബെയർഷി ഇറങ്ങിയെന്ന് വെച്ചാൽ ഈ ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും മുകളിലോട്ട് പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മിനിറ്റിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം. ഒന്നുകൂടി ഞാൻ മാർക്ക് ചെയ്തിട്ട് പറയാട്ടോ. അതെ സാറേ, ആ ക്യാൻഡിൽ അതാണ് SL അടിച്ചിട്ടാ പോയത്. സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അത്യാവശ്യം അവിടെ. ഈ ഒരു ഇത് ഐ മീൻ നോക്കിയാൽ കാണാം, കണ്ടില്ലേ? ഈ ഒരു ഇത് നല്ലോണം ബുള്ളിഷിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ബുള്ളിഷിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. സോറി, ബുള്ളിഷിക്ക് അല്ല, ബെയറിഷിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ബെയറിഷിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ബുള്ളിഷ് അല്ല, ബെയറിഷിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ 9 മണിക്ക് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ബുള്ളിഷ് വന്നു, അതേപോലെ തന്നെ താഴത്തേക്ക് ബെയറിഷ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്നത്തെ ന്യൂസ് പ്രകാരം മാർക്കറ്റ് എന്തായിരിക്കണം? ഡൗൺ ആയിരിക്കണം. ശ്രദ്ധിച്ചിരുന്നോ? എന്താണ്? അൺഎംപ്ലോയ്മെന്റ് ക്ലെയിം 213 ആണ്, കുറവാണ്. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിം കുറവാണ് വന്നിരിക്കുന്നത്. ഏതിനേക്കാളും പ്രീവിയസിനേക്കാളും ഏതിനേക്കാളും നമ്മുടെ എന്താണ് പറയുക, നമ്മളെ ഇതിനേക്കാളും എന്താ നമ്മുടെ ഫോർകാസ്റ്റ്. ഈ ഒരു മൂവ്മെന്റ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഗ്രൂപ്പിലിടണമെന്ന് വിചാരിച്ചാണ്. ഇപ്പൊ ന്യൂസിലൊന്നും ഒരു വിലയില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ ന്യൂസാണ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിം എന്ന് പറഞ്ഞാലും GDP എന്ന് പറഞ്ഞാലും 2 ഇമ്പോർട്ടന്റ് ആയ ന്യൂസാണ്. കാരണം മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞിട്ട് കറക്റ്റ് എന്തായിരുന്നു നോക്കിയറിയാം, സപ്പോർട്ടിലെടുത്തു മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് അതുവരെ കണ്ടിന്യൂ ചെയ്ത ആ ട്രെൻഡ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയി അല്ലേ? ആ ട്രെൻഡ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. എന്ന് വെച്ചാൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ നേരത്തെ ഇപ്പം ഷാജഹാൻ പറഞ്ഞതിന്റെ കൂട്ടിച്ചേർക്കാണ്. കാരണം ഒരു ഇവന്റ് എന്ന് പറയുന്ന ആക്ച്വലി താഴോട്ടേക്കായിരുന്നു. നമ്മുടെ ന്യൂസ് ഇവന്റ് വരുന്ന സമയത്ത് താഴോട്ടേക്കായിരുന്നു. പക്ഷെ ഓവറോൾ മാർക്കറ്റിന്റെ ഒരു ഗതി എന്തായിരുന്നു? അപ് ട്രെൻഡ് ആയിരുന്നു. മാത്രമല്ല ആ ഒരു ഇവന്റ് കാര്യമായിട്ട് മാർക്കറ്റിനെ ബാധിച്ചിട്ടുമില്ല.
മാർക്കറ്റ് കറക്റ്റ് ആയിട്ടൊന്ന് ചെറിയ 1-2 മിനിറ്റിന്റെ ഒരു ക്യാൻഡിൽ ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെ മാർക്കറ്റിന്റെ രീതിയിലേക്ക്, അതായത് അപ്പറിലേക്ക് മുകളിലോട്ട് പോയി. നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ പറയാറുള്ള സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, MSSലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട് റിയാക്ഷൻ കിട്ടും എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ, പ്ലസ് എന്താണ് ഇവിടെ എൻഗൾഫും കൂടി ഉണ്ട്, എൻഗൾഫിംഗ് അല്ല സോറി, ഇംബാലൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്തായിരുന്നു, സക്സസ്ഫുൾ ആയിട്ടൊരു ട്രേഡ് ആയിരുന്നു നമുക്ക്, അല്ലെ? ഞാൻ പറയുന്നത് ഇതായിട്ട് തോന്നുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ക്ലിയർ ആണ്. പറയുന്നുണ്ടോ? കാരണം ഞാൻ അതാണ് ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. നമുക്ക് സക്സസ്ഫുൾ ആയ ട്രേഡ് ആയിരുന്നു അത് കിട്ടേണ്ടത്, അല്ലെങ്കിൽ കിട്ടിയിരുന്നത്. എന്ത് വേണമെങ്കിലും കൂട്ടാം നമുക്ക്. ഇതൊന്നാമത്തെ. രണ്ടാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കാര്യം ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ബാച്ചിലേക്ക് ആൾ ചിലപ്പോൾ ഉണ്ടാവും. ആള് ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് ആളുകൾ. സനു 1-2 തവണ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. സനു റിപ്ലൈ ചെയ്യണില്ല തോന്നുന്നുണ്ട്. മാർക്കറ്റ് ഇസ്രായേൽ, നമ്മളിപ്പോ ഇന്നലെ പറഞ്ഞ പോലെ ഇസ്രായേലും ഇവരും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞാൽ ഗോൾഡ് താഴോട്ടേക്ക് വരില്ലേ, 7 മണിയാകുമ്പോഴത്തേനും എന്തോ ഒരു സംഭവം പറഞ്ഞിട്ട് അടച്ചു പൂട്ടി വെക്കുന്നതല്ലേ നല്ലത്, ന്യൂസ് വരുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യണോ, ഒക്കെ ഇവന്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. ഇവന്റ് മാർക്കറ്റിനെ ബാധിക്കും. നമ്മളെന്നും പറയുന്ന പോലെ ഇവന്റ് മാർക്കറ്റിനെ ബാധിക്കും, കറക്റ്റായിട്ട് ബാധിക്കും. പക്ഷെ ഒരു ഇവന്റ് വന്നാൽ പോലും, ഒരു അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത്, ഇപ്പൊ നമുക്ക് ന്യൂസ് കിട്ടിയാൽ പോലും ഇവന്റ് എന്താണ്, ഇങ്ങനെ പോവില്ല. എവിടെയെങ്കിലും ഒരു സമയത്ത് ഒരു റിട്രേസ്മെന്റ് വരും, ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യും, വീണ്ടും മോളിക്ക് വരും, പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യും, വീണ്ടും മോളിക്ക് പോകും, പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യും, ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ എന്താണ്, ഇവന്റിനെ നമ്മൾ ആശ്രയിക്കേണ്ട, അല്ലെങ്കിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഇവന്റുകളെ നമ്മൾ ആശ്രയിക്കേണ്ട എന്നുള്ളതാണ് ആ ഒരു കോട്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ ആർക്കേലും? അല്ല, ഷാജാന് ക്ലിയർ ഭാഗമായിട്ടുള്ള മൂവ്മെന്റ്സ് ആ രൂപത്തിൽ തന്നെ നടക്കുക. ഗതി അങ്ങനെ തന്നെയാണ്. മാർക്കറ്റിന്റെ ഗതി അങ്ങനെയാണ്. ഇവന്റ് വരുന്ന സമയത്ത് ഒരു സഡൻ മൂവ്മെന്റ് ഉണ്ടാവും നമുക്ക്, അതുണ്ടാവും. അതിപ്പോ ഡൗണിക്ക് ആയാലും ഇപ്പൊ അപ്പിക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു സഡൻ മൂവ്മെന്റ് ഉണ്ടാവും. നമ്മുടെ അതിന്റെ ഗതി എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ആണല്ലോ. ആ ട്രെൻഡ് എന്താണ് ഐഡന്റിഫൈ ചെയ്യാണ് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം എന്നും പറയുന്നതാണത്. എന്നും നമ്മളിപ്പോ പ്രീ മാർക്കറ്റ് അനാലിസിസിലും പറയുന്ന കാര്യം തന്നെയാണത്. നമ്മുടെ സെറ്റപ്പിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് എടുക്കുമ്പോൾ നോക്കി കണ്ടെടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും അത്രയാണ് ഉദ്ദേശം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ കോട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിരുന്നു. എന്നാ പേരും പ്രീ മാർക്കറ്റ് അനാലിസിസ് കണ്ട ആരൊക്കെ ഉണ്ട് ഇവിടെ? കുറവാണോ ആളുകൾ? പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണുന്ന ആളുകൾ കുറവാണോ? 7-8 പേര് കാണുന്നുണ്ട്. ഓക്കെ, പ്രീ മാർക്കറ്റ് അനാലിസിസിൽ ഇന്നിപ്പോ പ്രീ മാർക്കറ്റ് അനാലിസിസ് നടത്തുന്ന സമയത്ത്, ഞാൻ 15 മിനിറ്റ്സ് ആണല്ലോ എടുത്തിരിക്കുന്നത്, നടത്തുന്ന സമയത്ത് ഏറെക്കുറെ ക്യാൻഡിൽസ് ഇവിടെയായിരുന്നു. അപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ കാലത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഒരു പക്ഷേ ശ്രദ്ധിച്ച ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിച്ച്. ഓക്കെ, അതൊരു പക്ഷെ കൺഫ്യൂഷൻ ആണോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ക്യാൻഡിലിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നല്ല സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിലാണ് വരുന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പോകുന്നുണ്ട് പറഞ്ഞിരുന്നു. ഇതിന്റെ ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ എന്ന് വെച്ചാൽ നല്ലൊരു എൻഗൾഫിംഗ് പോലെ, അല്ലെങ്കിൽ നല്ലൊരു വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ ഒരു റീടെസ്റ്റിന് എൻട്രി ഉണ്ടെന്നും, എൻട്രി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണെന്നും, ഇവിടെയും ഇതേപോലെ തന്നെ ഒരു സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ എടുത്തിരുന്നത് ട്രേഡർ എടുത്ത് അല്ലേ? അതെ. അപ്പൊ അത് പറഞ്ഞ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്യുവർലി പ്രൈസ് ആക്ഷൻ വരെയുള്ള കാര്യങ്ങളാണത്. അത്യാവശ്യം മോശമില്ലാത്തൊരു പിപ്പ് കളക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം 160ഓളം പിപ്പിന്റെ ഒരു ട്രേഡ് ആയിരുന്നു അത്. എന്നും പ്രീ മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ എപ്പോഴെങ്കിലും പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന, നിങ്ങൾ കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, എപ്പോഴെങ്കിലും ഒരു സാധ്യത ഉണ്ടാവും.
എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ആഴ്ചയിൽ ഇപ്പോൾ ഒരു 5 ദിവസം എടുക്കുകയാണ്. 5 ദിവസത്തിൽ മിനിമം ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ആ 3 ദിവസത്തെ ട്രേഡ് തന്നെ നോക്കുമ്പോൾ പ്രീ മാർക്കറ്റ് അനാലിസിസിലെ ട്രേഡുകൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ചെറിയ ട്രേഡുകളായിരിക്കില്ല. മിക്കത് 100, 150, 200, 300 പിപ്പിന്റെ ഒക്കെയുള്ള ട്രേഡുകളായിരിക്കും. അതിൽ ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി സക്സസ് ആവുകയാണെങ്കിൽ തന്നെ വലിയ രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് മിസ്സാക്കാതിരിക്കുക, കാണുക. ഇതിപ്പോ ഗോൾഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോ നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് US ഓയിലിലേക്ക് പോവാം. US ഓയിൽ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? US ഓയിൽ ഏതാ? US ഓയില് കേൾക്കുന്നുണ്ടോ? ആരാ പറഞ്ഞ? ഒന്നുമില്ല സാർ, ഒന്നുമില്ല. അതില്ലേ US ഓയിലിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടും ഇപ്പോഴും ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, മാർക്കറ്റ് അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഏരിയ ഇതായിരുന്നു. ഓർക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. ലാസ്റ്റ് പറഞ്ഞ ഏരിയ തന്നെ നിന്ന് കളിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഇതുമായിരുന്നു. ഈ ഒരു ലെവലിലായിരുന്നു റെസിസ്റ്റൻസും പറഞ്ഞിട്ടുണ്ടായത്. മാർക്കറ്റ് അവിടെ തന്നെ നിന്ന് കളിക്കുകയാണ്. ഇപ്പൊ ഒരു വർഷം ഇവിടെ നിന്ന് പോകാനുള്ള സാധ്യത ഇപ്പൊ കാണുന്നുണ്ട്. കാരണം അത്രയും നല്ലൊരു പുൾ ബാക്ക് എടുത്തിട്ടുണ്ട്, നല്ലൊരു ഡീപ്പ് പുൾ ബാക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തത് ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് മുകളിലോട്ടേക്ക് നോക്കാം എന്ന് വിചാരിക്കുന്നു. മുകളിലോട്ടേക്ക് നോക്കുമ്പോഴും വലിയൊരു ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടുന്നില്ല. ഇതൊരു ട്രേഡ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടേക്കൊക്കെ കിട്ടുള്ളൂ, മാക്സിമം ഈ ലെവലിലേക്കൊക്കെ കിട്ടുള്ളൂ. അതായത് ഈ ഒരു ഇതിലൊക്കെ കിട്ടുള്ളൂ. ഞാൻ നേരത്തെ ഗോൾഡിൽ പറഞ്ഞ അതേ ഇത് തന്നെ പറഞ്ഞത്. ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റീടെസ്റ്റിന് വരിക. ഇവിടെ വലിയൊരു ക്യാൻഡിൽ ബ്രേക്ക് വേണ്ട, നല്ല അത്യാവശ്യം മോശമില്ലാത്തൊരു ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ വരുന്ന റീടെസ്റ്റ്, ഈ റെഡ് ലൈനിലേക്ക് വരുന്ന റീടെസ്റ്റിലേക്ക് നോക്കുക. അല്ലെങ്കിൽ ഇവിടേക്ക് ഇറങ്ങുന്ന റീടെസ്റ്റ്, അതായത് ഈ റെഡ് ലൈനിലേക്ക്, ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന ഈ റെഡ് ലൈനിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് നോക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് ഒരു ടാർഗറ്റ് വെക്കാം. നല്ല കൺസോൾട്ടേഷൻ എന്ന് വെച്ചാൽ നല്ല കൺസോൾട്ടേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. US ഓയിൽ നമ്മൾ പറഞ്ഞ ഏരിയയിൽ നിന്ന് തന്നെ ഇങ്ങനെ കളിക്കായിരുന്നു. അപ്പോൾ ഇന്നിപ്പോ പറഞ്ഞ പോലെ മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടേക്ക് ഇല്ലാത്തൊരു കൺസോൾട്ടേഷൻ ലെവൽ തന്നെയാണ് നിൽക്കുന്നത്. എനിവേ ഇപ്പോൾ പറഞ്ഞൊരു എൻട്രി സാധ്യതയാണ് അത്. ഇനിയിപ്പോ ബൈ എൻട്രി ഇതിന്റെ മുകളിലും സെൽ എൻട്രി ഇപ്പോൾ ഇതിന് താഴെയാണ്. അതായത് ഇതിന്റെ താഴെ സെല്ലും ഇതിന്റെ മുകളിലാണ് ബൈ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു കൺഫർമേഷനോട് കൂടി എടുക്കുക. ഓക്കെ, BTC USD ഇതാർക്കൊക്കെ ഇതടിച്ചു? SL അടിച്ചിട്ടുണ്ട്. ഇതാർക്കൊക്കെ SL അടിച്ചു? സുരാജിന് അടിച്ചു അല്ലെ? ഇന്ന് ത്രെഡില് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിട്ട് ആരും ആ വഴിക്ക് വരാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. നോക്കിയാൽ കാണാം, ത്രെഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ടെസ്റ്റ് വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ ഇത് ഇപ്പൊ പറഞ്ഞ ത്രെഡിന് ഇടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെയാണ് ഞാനിപ്പോ ഇവിടെയും പറയുന്നത്. മാർക്കറ്റ് ഇതിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കാം. വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഏരിയയിലേക്ക് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിനു വേണ്ടി നല്ലത്. ഈ ഏരിയയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴെ വയ്ക്കേണ്ടി വരും. അത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഒരു പക്ഷേ 1 lakhലൊക്കെ പോയേക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഏരിയയും അതിന്റെ താഴെ ഒരു ഇംബാലൻസും കിടക്കുന്നുണ്ട്. ഇംബാലൻസിൽ തന്നെ ഒരു MSS സംഭവിച്ച ഏരിയയും കൂടിയുണ്ട്. ഇവിടം വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇതൊരു ഇത് വരുന്നത് ഓക്കെ, ഐ മീൻ ഒരു രണ്ടര സാധ്യത വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ അനാലിസിസ് ഉള്ളത്. അനാലിസിസ് ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിരുന്നോ? ഞാനിപ്പോ പറയുന്നതല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിരുന്നോ? ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ആരെങ്കിലും ഒന്ന് കൈവന്നിച്ചിട്ട് ഒന്ന് പറഞ്ഞോളൂ. അനാലിസിസ് എന്തെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിരുന്നോ? അനാലിസിസ് കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും രീതിയിൽ അനാലിസിസ് ഉപകാരപ്പെട്ടിരുന്നു? ജിതേൻ പറയൂ. സാറേ, ഒരു ട്രേഡിന്റെ കാര്യം രാവിലെ പറഞ്ഞു അല്ലേ? അപ്പൊ ഞാനത് ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ അത് എവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങളെല്ലാം രാവിലെ അത് കണ്ടപ്പോഴാണ് മനസ്സിലായി. അനാലിസിസ് കണ്ടപ്പോൾ മനസ്സിലായതല്ലേ? ഓക്കെ. വേറെ ആർക്കും ഉപകാരപ്പെട്ടില്ല? ഈ കാണുന്ന ആളുകൾ എന്തിനാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ വരച്ചു വെക്കുന്നതെങ്കിലും പറയും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതെ പറയാത്ത ആളുകളോട് ഉണ്ടല്ലോ ഇപ്പോഴും.
സാറേ ഈ ലെവല് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നല്ലോ, അതാണ് അത് കാരണം ഇന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ലെവല് ബേസ് ചെയ്ത് ഏത് ലെവൽ ഇതോ ബേസ്ഡ് ഇതോ ഈ ട്രേഡ് ഗോൾഡ് അതെ അതെ അതെ. ഞാനതാ പറഞ്ഞത്. ഞാൻ എപ്പോഴും ഇന്നിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനാലിസിസിൽ ഇന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ അനാലിസിസും എന്തായിരിക്കും, എല്ലാ ദിവസവും അനാലിസിസും ഫെയിലിയർ ആവണമെന്നില്ല, അല്ല സോറി സക്സസ് ആവണമെന്നില്ല. പക്ഷെ ഇപ്പോ ധനുജല്ല സംസാരിക്കണേ, ധനുജ് നോക്കിയാൽ തന്നെ അറിയാം, കഴിഞ്ഞൊരു 2 ആഴ്ചയുടെ ഉള്ളിൽ നമുക്ക് ഫെയിലിയർ ആയിരിക്കുന്ന അനാലിസിസ് 1-2 ഉള്ളൂ ആക്ച്വലി. നോക്കിയിട്ടുണ്ടോ? മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടോ? അതെ 1-2 സാർ, ഞാൻ 1-2 ഉള്ളൂ. ലേറ്റ് ആയിട്ടാണ് സാറിന്റെ അതാണ് പ്രീ മാർക്കറ്റ്, ആ, കാരണം ഞാൻ വർക്കിലും ട്രാവലിംഗിലായിരിക്കും, അതാണ്. പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് അനാലിസിസിന്റെ കാര്യം അതാണ് ഞാൻ പറയുന്നത്. കാരണം മിക്ക ദിവസങ്ങളിലും നമ്മൾ മിക്ക കഴിഞ്ഞ 1-2 ആഴ്ച എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് 1-2 എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ അതിന് മുകളിൽ പോവില്ല. മിക്ക ദിവസങ്ങളിലും വലിയൊരു ട്രേഡ് എന്തായാലും ഉണ്ടായിരിക്കും അവിടെ. ഒരു 100 വിപ്പെങ്കിലും മിനിമം ഒരു 100 വിപ്പിന്റെങ്കിലും ട്രേഡ് മിക്ക ദിവസങ്ങളിലും ഉണ്ടായിരിക്കും. അതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1-2 ദിവസത്തെ അനാലിസിസ് ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ആഴ്ചയിൽ 3 ട്രേഡ് 5 ദിവസം ഉണ്ടെങ്കിൽ 2 ഫെയിലർ ആയെന്ന് വിചാരിച്ചോ, ഈ 3 ട്രേഡ് തന്നെ മതി അത്യാവശ്യം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ. കാരണം ഇത്രയും വലിയ ടാർഗറ്റ് ആയതുകൊണ്ട് ഈ 3 ട്രേഡ് തന്നെ മതി പ്രോഫിറ്റ് കിട്ടാൻ. അനാലിസിസ് അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും കാണാൻ പറയുന്നതും കീ ലെവൽ മാർക്ക് ചെയ്യാൻ പറയുന്നതും. അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ നിങ്ങളുടേതായ രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ക്യാൻഡിൽ കൺഫർമേഷൻസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ പാറ്റേൺ കൺഫർമേഷൻസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രീതിയിലെങ്കിലും നിങ്ങളൊരു ട്രേഡ് എടുക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ. ഇനി നാളെ മുതൽ അനാലിസിസ് പ്രകാരം എടുത്ത് ഒന്ന് സ്ക്രീൻഷോട്ട് ഇടണോ, ഗ്രൂപ്പിൽ ഇടണോ? നല്ലതല്ലേ നമുക്കൊന്ന്. ഇതന്നെ ഇപ്പൊ ഇടാൻ സാർ പറ്റുന്നില്ല. അനാലിസിസ് അതുണ്ടെങ്കിൽ നല്ലതായിരിക്കും സാർ, കാണാൻ അനാലിസിസിൽ പറ്റാത്തവർക്ക് ഉപകാരമായിരിക്കും. അത് ഞാൻ പറഞ്ഞു, എടുക്കുന്ന ആളുകളൊന്ന് സ്ക്രീൻഷോട്ട് ഇടുക. അവിടെ സക്സസ് ആണോ ഫെയിലർ ആണോ എന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇത് തന്നെ ഇടാൻ തന്നെ ആളുകൾക്ക് പറ്റണില്ല. അപ്പൊ അതും കൂടി ഇടുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 3-4-5 ആളെങ്കിലും ഇട്ടാൽ മതി, നമുക്കത് അറിയാവുന്നതാണല്ലോ. ഓക്കെ. അപ്പോ ഇത്രയാണുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഇന്നത്തെ ട്രേഡിന്റെ നോക്കാം. ട്രേഡ് ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഒരു മിനിറ്റ് കേട്ടോ, ഇവിടെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഇന്ന് റിവേഴ്സൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൂടി ഓർക്കുന്നുണ്ടോ? അനാലിസിസിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്, ഓർക്കുന്നുണ്ടോ? ആരും ഓർക്കണില്ല? ഇവിടുന്ന് റിവേഴ്സൽ പറഞ്ഞു ഓർക്കണില്ല? ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഒരാളൊന്നും വേണ്ടല്ലേ. ഞാൻ അത് കറക്റ്റ്. ഇപ്പൊ വരച്ച 2 ലൈനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അതിന്റെ ലൈൻ ഇടയിൽ പറഞ്ഞത് അതിന്റെ തൊട്ടിപ്പുറത്ത് ചാർട്ടിൽ ഒരു ഡൗൺ സൈഡ് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് പോയ ഏരിയ, അവിടെ നിന്നാണ് മാർക്ക് ചെയ്തേക്കണത്. അതെ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട്. ഓക്കെ. അല്ല, ഞാനിത് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം, അതും വലിയൊരു റിവേഴ്സൽ നോക്കണ്ടെന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുണ്ടോ? ഇതിന്റെ ഈ താഴെയുള്ള സപ്പോർട്ട് ഏരിയ വരെ അവിടെ ഇവിടെ വരെ അല്ലെങ്കിൽ ഇവിടെയാണോ എനിക്ക് സംശയം, ഇവിടെയാണോ വരച്ചെന്നുള്ള സംശയം കേട്ടോ എനിക്ക്. സംശയമുണ്ട്. എന്തായാലും നിൽക്കട്ടെ, ഞാനിപ്പോൾ ഒരു ട്രേഡ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഒരു ലൈവ് ട്രേഡ് പറഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ ഓൾറെഡി ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയ. നോക്കട്ടെ, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ഇതിനെ ലോ എടുത്തിട്ട് പെട്ടെന്ന് ചിലപ്പോൾ തിരിച്ചു കയറും. ഒരു 50% അപ്പോഴും പോകും. എവിടുന്ന് 50%? കറക്റ്റ് 50%-ിലൊന്നൊക്കെ എടുക്കണം. നോക്കട്ടെ, കറക്റ്റ് 50%-ലൊക്കെ എടുക്കുന്നത് അവിടെ കിട്ടുമോ നോക്കട്ടെ. ആക്ച്വലി അത് 5 മിനിറ്റ്സിലൊക്കെ കിട്ടിയ ട്രേഡാണ് അല്ലേ? 5 മിനിറ്റ്സിൽ ഗംഭീര ട്രേഡ് കിട്ടിയത്, എന്താ സൂപ്പർ ട്രേഡ് കിട്ടിയത് 5 മിനിറ്റ്സിൽ അല്ലേ? ഏതോ സിനിമയിൽ പറയില്ലേ, കൊതിപ്പിച്ച് കളഞ്ഞു എന്ന് പറയില്ലേ, നല്ലൊരു ട്രേഡ്. പോയത് നോക്കി, എന്ത് പോക്കാ പോയത്. ഇവിടുന്ന് എന്താ പറയുക, ഉരുട്ടി മുകളിലേക്ക് പോയി വീഴ്ച. ഇതൊരു കീ ഏരിയയും കൂടിയാണ് കേട്ടോ, ഹയർ ടൈം ഫ്രെയിമിന്റെ കേട്ടോ. ഇതൊരു കീ ഏരിയ ആണ്. ഇവിടുന്ന് റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നെക്സ്റ്റ് ഇതാണ് കേട്ടോ, നെക്സ്റ്റ് ഏരിയ ഇതാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത്. ഇതൊരു കീ ഏരിയ ആണ്. പക്ഷെ ഇവിടെ ഒരു ഇതുണ്ട്, അതുകൊണ്ടാണ് ഇതിന്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതിന്റെ താഴെ ഈ ഒരു ക്യാൻഡലിന്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു കീ ഏരിയ ആണ്, റീടെസ്റ്റ് ചെയ്ത കീ ഏരിയ ആണത്. ഇതിന്റെ താഴെ എന്ന് പറയുമ്പോൾ സ്വിങ്ങിന്റെ താഴേക്ക് നോക്കാം, നമുക്ക് കുറച്ചുകൂടി ഇറക്കി വെക്കാം ഒരു സേഫ് സൈഡിന് വേണ്ടിയിട്ട്.
ഞാൻ ലൈവിന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രേഡ് നമുക്ക് വേണമെങ്കിൽ നോക്കാം, അവിടെ നിന്ന് നോക്കാം. ക്ലോസ് ചെയ്തിട്ടോ, ക്ലോസ് ചെയ്തിട്ടില്ല. ഇത് എത്ര 15 മിനിറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്യാതിരിക്കും നല്ലത്. 15 മിനിറ്റ് നോക്കാം നമുക്ക്. അതിപ്പോ ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, അതിന്റെയോ? അതിന്റെ അതിന് അവർ ആക്ച്വൽ ന്യൂസ്, നല്ല ന്യൂസിന് ഇമ്പാക്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിന് ഇപ്പൊ ഇത് അത്ര വലിയ ന്യൂസ് അല്ല രണ്ടാമത്. 15 മിനിറ്റ്സിന്റെ ഗംഭീര വീഴ്ചയില്ലേ. പക്ഷെ സസ്റ്റെയിൻ ചെയ്യാന്നുള്ളു, കാരണം 9 മിനിറ്റ് 10 മിനിറ്റ് ഇനിയും കിടക്കുന്നുണ്ട്. ചിലപ്പോ ഈ വീഴ്ച കറക്റ്റ് ഇതിൽ വരും. അത് എത്ര പെർസെന്റേജാ? ഇവിടുന്ന് വരുമ്പോ 9% നോക്കട്ടെ. അവിടുന്ന് ട്രെൻഡ് ഷിഫ്റ്റ് ഓക്കെ. %. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഷിഫ്റ്റ് MSS വന്ന ഒരു ഏരിയയും കൂടിയാണത്. നോക്കട്ടെ, അത് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നോക്കാം നമുക്ക്. വേണ്ട, ക്ലോസ് ചെയ്തില്ല. ആൻഡ് കയറിപ്പോണോ? ക്ലോസ് ചെയ്തില്ല. എന്തായാലും നിൽക്കട്ടെ, അത് ക്ലോസ് ചെയ്തിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു. നമുക്ക് ഇനി ട്രേഡുകളൊന്ന് നോക്കാം. ഇന്നടുത്ത ട്രേഡുകൾ നോക്കാം. ട്രേഡുകൾ നമുക്ക് സുരാജ്, ആഷിഖ്, ഷെബിൽ, അഷ്റഫ്, ജിതിൻ അസൽ, ഷമാസ് രാത്രി എടുത്തിട്ടുണ്ട്. ജിതിൻ എയർലി എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയത് എയർലി എക്സിറ്റ് ചെയ്യാൻ കാരണം? അത് അവിടെ ഒരു കൺസൾട്ടേഷൻ പോലെ തോന്നി. അല്ല, ഇത് ന്യൂസ് അല്ല, അതിന് മുന്നേ ഇത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. 10-27 മുന്നേ ഇത് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായാലും ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കുഴപ്പമില്ല. അല്ല, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഞാൻ പറയുന്ന ഇതില് കുഴപ്പമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഇതില് ഇനി ഒരു SL വെക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ലോജിക്ക് വെക്കേണ്ട. ആക്ച്വലി ജിതിന് ഇവിടുന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും SL ഇവിടേക്ക് വെക്കരുത്. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഈ SL ഒരു അല്പം വലിയ SL ആണ്, അല്ലേ? SL ഈ ഒരു ഏരിയ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ഓർക്കുന്നുണ്ടോ? നോക്കിയാൽ അറിയാം. മാർക്കറ്റ് കയറി പോകുന്നത് ഈ സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ്. ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. ഇതിപ്പോ മൊബൈലായതുകൊണ്ട് ഒരു പ്രശ്നമായിരിക്കും. ആ സപ്പോർട്ട് ഏരിയയിലേക്ക് ഒന്ന് റീടെസ്റ്റ് ചെയ്തു, ഇല്ലേ? റീടെസ്റ്റ് ചെയ്തു. അപ്പൊ ഇതെന്താ വെച്ചു? റീടെസ്റ്റ് ചെയ്തു, മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്തു, വീണ്ടും ആ സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നിട്ട് റീടെസ്റ്റ് ചെയ്തു, അല്ലേ? റീടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? നല്ലൊരു പുൾ ബാക്ക് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടേക്ക് വെക്കരുത് എന്ന് പറയുന്നത് ലോജിക്കാണ്. ഞാൻ പറയുന്നത് ഇതിന്റെ താഴെയായിരിക്കണം വെക്കേണ്ടത്. കാരണം ഓൾറെഡി എന്താണ്, പ്രൈസ് ഷിഫ്റ്റ് ചെയ്ത് പോവാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി, ഇല്ലേ? അപ്പൊ ഇതിന്റെ താഴെ വെക്കണം. ചില സമയത്ത് ഇനിയിപ്പോ എന്നോട് പറയരുത് ഇത് എടുത്തിട്ട് പോയല്ലോ നോക്കി. ആ എടുത്തിട്ട് പോകാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ജിതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വീഴുന്ന വീഴ്ചയിൽ എന്താണ്, ഒരു എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ എന്താണ് ഒരു ഇംബാലൻസോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടോ പോവാം. ക്ലിയർ ആയോ? അത് ഇല്ലല്ലോ. ക്ലിയർ ആയിട്ടില്ല. വേറെ ആർക്കെങ്കിലും ക്ലിയർ ആയോ? പറഞ്ഞെന്താന്നുള്ളത്? ബൈയിങ് പ്രഷർ മേലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന കാരണം ബൈയിങ് പ്രഷർ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത് ഒരു കാരണം എന്ന് പറഞ്ഞത് അത്രയും താഴ്ത്തേക്ക് ഇറക്കി വെക്കേണ്ടതെന്ന് പറഞ്ഞത്. പക്ഷെ അതിന് ഫെയിലർ ആവാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഫെയിലർ ആവാനുള്ള കാരണം? മുകളിൽ ഇതുപോലെ തന്നെ സെല്ലിംഗ് പ്രഷർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ റേഞ്ചിന്റെ ഉള്ളിൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ആണ്, അല്ലെ? ജിതി വെച്ചിരിക്കുന്നത് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഉദാഹരണത്തിന് ഇങ്ങനെ വന്നു, മാർക്കറ്റ് ഇങ്ങനെ വന്നു. ഈ വരുന്ന വീഴ്ചയിൽ ഇവിടെ ഒരു ഇംബാലൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്തായിരിക്കാം? ഇതിന് താഴെ ഇറങ്ങിയിട്ടായിരിക്കും പോകുന്നുണ്ടാവും. ക്ലിയർ ആയോ? ക്ലിയർ ക്ലിയർ ആയോ?
ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതാണ് നിങ്ങളുടെ എസ്എൽ. ഇവിടെ ഇതൊന്നും ഇല്ല, ഇംബാലൻസ് ഒന്നും ഇല്ല, ക്യാൻഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ക്യാൻഡിൽ മറ്റുള്ള ഇതാണ് എസ്എൽ. ഇതല്ല കേട്ടോ. ഓക്കെ ഓക്കെ കേട്ടോ ശരി. ഇത്തിരി ടെക്നിക്കലാണ് കാര്യം. കാരണം എന്ന് വെച്ചാൽ പ്രൈസ് ആക്ഷൻ കുറച്ച് റീഡ് ചെയ്യാൻ അറിയണം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, അതാണ് ഞാൻ ലോജിക്ക് എന്ന് പറഞ്ഞത്. അതാണ്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ തന്നെ വെച്ചോളൂ. അപ്പോൾ വലിയ എസ്എൽ കിട്ടും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലോജിക്ക് ഉപയോഗിക്കാൻ പറഞ്ഞത്. എനിവേ കൺഫ്യൂഷൻ ആണെങ്കിൽ ഇപ്പോൾ കീപ്പ് ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഷെബിൽ ഉണ്ടോ അവിടെ? ഷെബിലൊന്നും വന്നില്ല എന്നുള്ളത്. ഷെബിലുണ്ടോ? ഷെബിലില്ല. ഷെബില് സക്സസ് കാണുന്നുണ്ട്. ആഷിഖ് പരി ഉണ്ടോ? പരി കുറച്ച് ദിവസമായിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. പരിയുടെ ഇത് കാണുന്നുണ്ട്, സക്സസ് കാണുന്നുണ്ട്. ആൻഡ് ധനൂജിന്റെ സക്സസ് നോക്കട്ടെ. ഇതിന്റെ റിസ്ക് എലമെന്റ് ധനുജിന്റെ സക്സസ് ആയിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ റിസ്ക് എലമെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധനുജ് പലവട്ടം പറഞ്ഞിട്ടുണ്ടോ? പലവട്ടം പറഞ്ഞ കാര്യമാണ് റിസ്ക് എലമെന്റ് ഇതിലുള്ള. എന്താണ് റിസ്ക് എലമെന്റ്? മേജർ ഏരിയയിൽ നിന്ന് മേജർ ഏരിയയിൽ നിന്ന് തിരിച്ചു വരുന്ന ഒന്ന്. രണ്ടാമത് എന്താണ്? ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ക്യാൻഡിൽസ് വീഴുന്നതിന് ഇമ്പൾസീവ് മൂവ്മെന്റ് എന്ന് പറയും. ബിൽഡപ്പ് ഉണ്ടായിരുന്നു. ബിൽഡപ്പ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ ബിൽഡപ്പ് ഓക്കെ ആണെങ്കിൽ പോലും ഇംബാലൻസിന്റെ പ്രത്യേകത ഇന്നലെ കൂടി നമ്മൾ പറഞ്ഞാണ്. ഇംബാലൻസിന്റെ പ്രത്യേകത നമുക്ക് ഏത് ഏരിയയിൽ നിന്ന് ഇത് ഇത്രയും ഇംബാലൻസ് ആണ് കിടക്കുന്നത്. അപ്പൊ ഇവിടേക്ക് കയറിയിട്ട് ചിലപ്പോൾ ഇവിടുന്ന് വരും, ചിലപ്പോൾ ഇവിടുന്ന് വരും, ചിലപ്പോൾ ഇവിടുന്ന് വരും. നമുക്ക് ഏത് ഏരിയയിൽ നിന്ന് വരും എന്ന് പറയാൻ പറ്റില്ല. ഇംബാലൻസിൽ ഏത് ഏരിയയിൽ നിന്ന് വരും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം? നമുക്കവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്തുണ്ട്? സപ്പോർട്ട് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു പക്ഷെ ഇവിടെ ഒന്ന് സ്വീപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇമ്പൾസീവ് മൂവ്മെന്റ്, ഒരു ഇമ്പൾസീവ് മോളിക്ക്, ഒരു ഇമ്പൾസീവ് താഴ്ത്തേക്ക്. മോളിക്ക് പോകണമെന്ന് നോക്കണ്ട, എന്നാലും ഞാൻ പറയുന്നത് താഴ്ത്തേക്ക് ഇമ്പൾസീവായി വരുന്നു, പ്രത്യേകിച്ച് ഒരു മേജർ ഏരിയയിൽ നിന്നാണെങ്കിൽ ആ ഒരു ട്രേഡ് എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ക്ലിയർ ആയോ? സക്സസ് സംഭവിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജി പ്രകാരം പെർഫെക്റ്റ് ഇതാണ്, എന്താണ്, സ്ട്രാറ്റജിയാണ്. പക്ഷെ സോറി, ട്രേഡാണ്. പക്ഷെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത്തിരി ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി അടുത്തത് യാസർ എന്തുകൊണ്ട് എസ്എൽ അടിച്ചു? ഈ പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ അല്ലേ? അല്ലേ? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതെന്തിനാണ് മുകളില് 26,600 മുകളില് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്? ഞാൻ മാർക്ക് ചെയ്തതാണ് 26,600 എന്നുള്ളത്. സോറി, 26,660 ഇത്. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് താഴത്തേക്ക് വരുന്നുണ്ട്. ഇത് എവിടുന്നാണ് ഇറങ്ങിയത്? 26,52 ഇറങ്ങിയാണ്. ഇതിന്റെ പ്രത്യേകത ഞാൻ കണ്ടില്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എന്ത് സംഭവിച്ചു? ലോ എടുത്തിട്ട് മാർക്കറ്റ് മോളിൽ കയറി പോയി. എവിടുന്ന് ഇറങ്ങും എന്നുള്ള ഇംബാലൻസിൽ ഏത് ഏരിയയിൽ നിന്ന് ഇറങ്ങുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. ഇപ്പൊ നോക്കിയാ ഇംബാലൻസിൽ ഇപ്പൊ എന്താണ്? ഇവിടെ ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട്. ഒരു MSS കിട്ടിയ ഏരിയ ആണത്. ആ MSS കിട്ടിയ ഏരിയ നോക്കിയേ, നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ ലോ എടുത്തു, ഈ ലോ ഇപ്പൊ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നേരെ വരച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എടുത്തിട്ടുണ്ടാവും. അപ്പോ ഇങ്ങനെ സോറി, നമ്മൾ ടൈപ്പ് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാറിപ്പോകുന്നു, പറഞ്ഞു മാറിപ്പോകുന്നു. അപ്പോ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇതായിരുന്നു മറ്റേ യാസർ എടുത്തത്. അപ്പൊ ഇങ്ങനൊരു മൂവ്മെന്റ് വരുമ്പോ എക്സ്പെക്ട് ചെയ്യണത് എന്താണ്? ഈ ലോ എടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള എക്സ്പെക്ട് ചെയ്യണം. അല്ല, ഇത് ഇവിടെ വേറെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ടൈം ഫ്രെയിം നോക്കി എന്റെ പ്രോബ്ലം ഒക്കെ തോന്നുന്നുണ്ട്. ഇവിടെ ബാലൻസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നല്ലേ? അതൊന്നും ഒക്കെ ഉണ്ടായിരുന്നോ? ക്ലിയർ ആയല്ലോ? പറഞ്ഞു മനസ്സിലായല്ലോ എന്താണ് ഇപ്പൊ സംഭവിച്ചതെന്നുള്ളത്? പറഞ്ഞപ്പോ ധനുജിനോട് പറഞ്ഞല്ലേ? ധനുജിന് ഇവിടെ ആയിരുന്നു സംഭവിച്ചതെന്ന് തോന്നുന്നുണ്ട്. ഈ ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ധനുജിന് സംഭവിച്ചത്. ഇത് ബ്രേക്ക് നടന്നത് ഇപ്പൊ ഞാൻ കാലത്ത് പറഞ്ഞ ഏരിയയിൽ നിന്നാണ് ധനുജ ട്രേഡ് എടുത്തത്. ആക്ച്വലി ഇവിടെ നിന്നാണ് ട്രേഡ് എടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് ധനുജിന് ഹെൽപ്പായി വന്നത്. മനസ്സിലായോ? ഓക്കെ കേട്ടോ.
ഞാനിത് 2-3 തവണ ഞാൻ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. ഇന്നലെ ഇപ്പൊ യാസർ ചോദിച്ചൊരു കാര്യം, ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് ഏതൊക്കെയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നതിലൊരു കാര്യം കൂടിയാണത്. ഇംബാലൻസിൽ ഏത് സമയത്ത് എന്താന്ന് പറയാൻ പറ്റില്ല. ഇംബാലൻസിന്റെ പ്രത്യേകത അതാണ്. ഇപ്പൊ നോക്കിയാൽ കറക്റ്റ് ഇംബാലൻസ് പ്ലസ് ഒരു റെസിസ്റ്റൻസ് നിന്ന് ഇറങ്ങിയത്, അതുവരെ നിന്നിട്ട് മാർക്കറ്റ് മോളിക്കും താഴത്തേക്കും കളിച്ചിട്ട് ഇപ്പൊ നല്ലൊരു വീഴ്ച വീണ് ഇവിടെ വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. കേട്ടോ, ക്ലിയർ ആയല്ലോ അത് അല്ലേ? അതെ അതെ ഏ? അതെ മനസ്സിലായി. ക്ലിയർ ആയാൽ മാത്രം പോരാ, തെറ്റ് തിരുത്തണം കേട്ടോ യാസർ. അതെ ഞാൻ തീർച്ചയായും സക്സസിക്ക് എത്തണ്ടേ? അതെ സക്സസ് കുറച്ചായിട്ട് കുറച്ച് പ്രശ്നമാണുള്ളത്. പ്രശ്നമുള്ളത്. പിന്നെ അതിനാൻ സെയിം കാര്യം അതിനാൻ അതെ അതെ യാസറിന്റെ സെയിം ട്രേഡ് ആയിരുന്നു. ട്രേഡും സെയിം തന്നെയായിരുന്നു. ഞാൻ അതെ, പിക്ക് same ചെയ്യണ്ടല്ലോ, trade ആണ്. പിക്ക് ചെയ്യണ്ടല്ലോ. അതന്നെ ഇതന്നെയാണ് area. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മൊബൈലിൽ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചാൽ പോലും ഇപ്പൊ ഇംബാലൻസ്, വലിയ ഇംബാലൻസ് ആയിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നത്. ഞാനിപ്പോ അത് യാസിറിനോട് പറഞ്ഞ പോലെ വലിയ ഇംബാലൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ വലിയ ഇംബാലൻസിന്റെ പ്രത്യേകം ഇത്രയും മാർക്ക് ചെയ്താലും നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും മൊബൈലിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായി. മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ ഡോക്ടേഴ്സ്, ഇനിയിപ്പോ ആരതാള്, ഇനി ഒരു സജീഷിന്റെ ഉണ്ട്. സജീഷ് സക്സസ്ഫുൾ ആയിട്ടൊരു ട്രേഡ്, കുറച്ച് ദിവസമായിട്ട് സജീഷിന്റെ ട്രേഡുകൾ കാണുന്നില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇടുന്നുണ്ടോ അതൊക്കെ ഞാൻ കാണാതിരിക്കുന്നതാണോ? അത്യാവശ്യം മോശമില്ലാത്തൊരു സക്സസ്ഫുൾ ആയ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോടാ പറഞ്ഞത്? ജിതിനോടാ പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ജിതിൻ ഇത് കണ്ടോ? ഇത് കണ്ടോ ജിതി? ആ, ഇത് കണ്ടോ? എന്താ അവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്. കണ്ടോ? കാണുന്നുണ്ടോ? സാർ ഇപ്പൊ കാണുന്നു. കാണുന്നില്ല. ഇവിടെ ചെറിയൊരു ഇംബാലൻസ്, ആരും ശ്രദ്ധിക്കുന്നില്ല. നോക്കിയേ, ഓക്കെ. അതില്ല എങ്കിൽ, ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ ഇല്ല എങ്കിൽ നിങ്ങളുടെ എസ്എൽ ഇതാണ്. ചെറുതാക്കി നോക്കാം. ഇതാണ് എസ്എൽ. ഇതുള്ളത് കൊണ്ട് ഇതാണ് നിങ്ങളുടെ എസ്എൽ. ക്ലിയർ ആയി? കണ്ടോ? മാർക്കറ്റ് കയറി പോയത് കണ്ടോ? ഓക്കെ. ഇത് വേറെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇത് ക്ലിയർ ആയില്ലേ? വേറെ ആരോ ക്ലിയർ ആയില്ലേ? അത് ഞാൻ അതാ പറഞ്ഞത്, കൺഫ്യൂഷൻ ആണെങ്കിൽ വിട്ട് കളയാ. ഇംബാലൻസ് മാത്രമല്ല, നമ്മളെ പറഞ്ഞ 6 പോയിന്റും ഉണ്ട് കേട്ടോ. ഇംബാലൻസ് മാത്രമല്ല കേട്ടോ, അത് നിങ്ങൾ ഇംബാലൻസിന് മാത്രമായിട്ട് എടുക്കരുത്. 6 പോയിന്റും ഉണ്ട്. ഏറെക്കുറെ അവിടേക്ക് എത്തിയില്ലേ, അടുത്തൊരു ഏരിയയിലേക്ക് എത്തി. മാർക്കറ്റ് 6 പോയിന്റ് ഉണ്ട്. 6 പോയിന്റിന്റെ ക്ലാസ് എനിക്ക് മിസ്സായി. അങ്ങനെ കുറെ ആൾക്കാരുടെ മിസ്. ഒരു തവണ ഒന്നല്ല, ഞാൻ 2-3 തവണ മിഞ്ഞാന്ന് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. മിഞ്ഞാന്ന് എടുത്ത ക്ലാസ് പക്ഷെ അതൊരു തവണ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും കൂടി നമ്മുടെ റെക്കോർഡഡ് വീഡിയോസിൽ ഇടാൻ പറ്റുവാണെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആവുമായിരുന്നു. ഞാൻ റെക്കോർഡ് വീഡിയോസിൽ ഇടുന്നുണ്ട്. ക്ലാസ് ആക്കി എടുത്തണം. ഒരു മിനിറ്റ് കേട്ടോ, 10 മിനിറ്റ്. ഇപ്പൊ ടച്ച് ചെയ്തിട്ട് പോയില്ലേ, അത് ഒരു 15 മിനിറ്റ്സിന് നോക്കുമ്പോ നമ്മളൊരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് കേറുന്നത്. ഷാജിക പുള്ളിക്കാരൻ മ്യൂട്ടാക്കിയിട്ടുണ്ട്, പോരാന്ന് പറഞ്ഞിട്ട് പോയത്. ഓക്കെ, 50 മിനിറ്റ്സിന്റെ ട്രെൻഡ് ലൈൻ കറക്റ്റ് ആണ് അല്ലേ? ഏതാ ഇതാ? ഇത് താഴത്തേക്കാണെങ്കിലും കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അടിക്ക് വയലെത്തും അല്ലെ, താഴത്തേക്ക് വയലെത്തും. അപ്പൊ അതായത് ഈ ഒരു ട്രെൻഡിനെ കറക്റ്റ് വന്ന് റെസ്പെക്ട് ചെയ്യുന്നതാണ് ഇതിന്റെ അർത്ഥം. അപ്പോ ഇവിടുന്ന് ഒരു ബിൽഡപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ബൈ നോക്കാം. ഇതിന്റെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ അടുത്ത സെൽ നോക്കാം. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ ഉണ്ട്. നമ്മൾ എപ്പോഴും പറഞ്ഞൊരു ഏരിയയിലല്ലേ നിൽക്കുന്ന മാർക്കറ്റ്. ഇപ്പോഴും എന്താണ്, റീടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത് മാർക്കറ്റ് അല്ലെ? നല്ല ടാർഗറ്റ് ഉണ്ടാവും. ഇതൊന്നും ഇവിടുന്ന് ഒരു കളി വരും. ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ പോവാണെങ്കിൽ, ഇപ്പൊ നല്ലൊരു ബുള്ളിഷ് ചാനലാണ്, ഇപ്പൊ നല്ലൊരു ഇതാണെങ്കിൽ ഇവിടുന്ന് ഒരു കളി വരും. ഇവിടുന്ന് ഒരു കളി വന്നിട്ട് ചിലപ്പോൾ ഒന്നുകൂടി ഇതിന്റെ ലോയിനെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ കാണാം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയയുടെ തൊട്ടടുത്ത് വന്നിട്ടാണ്. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, ഒരു ഇംബാലൻസിൽ നിന്നാണ് കയറിപ്പോയിരിക്കുന്നത്. എന്നാലും ചിലപ്പോൾ ഒന്ന് താഴത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് ഒരു കളി ഉണ്ടാവും. അപ്പോ ഒന്ന് ഇവിടം വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഇത്രയും നല്ലത്. നോക്കി കണ്ടെടുക്കുക. അതന്നെ, കാരണം ഇവിടുന്ന് ഒരു കളി സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇതെന്ത് സംഭവിക്കണം എന്ന് വെച്ചാൽ, ഇത് നേരെ പോയിട്ട്
ഇതുപോലൊരു എൻഗൾഫിങ് ക്യാൻഡിലായിട്ട് കിട്ടണം. അത്രയ്ക്ക് പവർ ഉണ്ടോ? ഉണ്ട്, കണ്ടിട്ട് പവറൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഏരിയ കേട്ടോ അത്, നല്ലൊരു ഏരിയ ആണ്, നല്ലൊരു എൻട്രി ഏരിയ ആണത്. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. SL ഇപ്പൊ ഇതിന്റെ താഴെ വെക്കണം എന്നുള്ളൂ. ഇവിടുന്ന് ഇപ്പൊ കറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ SL ഇവിടുന്ന് താഴെ വെക്കണം എന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് ഒരു കളി വരും, ആ കളി വരുന്ന സമയത്ത് എടുക്കാതിരിക്കുക. ഇതൊന്നും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഒന്നുകൂടി ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമുണ്ട്. 50 മിനിറ്റ്സിന്റെ ക്ലോസ് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് രാഷ്ട്രം നോക്കിയാൽ മതി. കാരണം ഇത്ര വലിയ വീഴ്ച വേണമല്ലേ. അപ്പൊ ഒന്ന് 50 മിനിറ്റ്സിന്റെ ഒന്ന് നോക്ക്. ഓക്കെ ഓക്കെ. സാറിന് ഈ പറഞ്ഞ മാതിരി ന്യൂസിന്റെ എഫക്ട് ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ കുറയും. അപ്പൊ ഇതിന്റെ നോക്ക്. കാരണം ഇത് കറക്റ്റ്, ടെക്നിക്കലും കറക്റ്റ് ആണ്. നമ്മളിപ്പോ ടെക്നിക്കലും കറക്റ്റ് ആണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ അതേ കാര്യം തന്നെയാണ്. ഇത് 50% വന്നിട്ടാണല്ലോ. ഇപ്പൊ 50% ഇവിടെ 78ന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ പെർസെന്റേജിൽ നിന്നാണ് കയറിപ്പോയിരിക്കുന്നത് മാർക്കറ്റ് കയറിപ്പോയിരിക്കുന്നത്. അപ്പോ ടെക്നിക്കലും കറക്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഒരു കളി നടക്കാനുള്ള സാധ്യത. അതാ ഞാൻ പറഞ്ഞു 8 മിനിറ്റ് ഉണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ഏരിയക്ക് തന്നെ തിരിച്ചെത്തും, ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എനിവേ നമുക്ക് മറ്റേ ഇതിലേക്ക് പോവാം, ചാർട്ടിലോട്ട് പോവാം. അതെനിക്ക് ഈ ഒരു ഇത് കൂടി ഉള്ളത് കൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്തതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവിടെ നിന്നൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് വീണ്ടും വീഴും കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ TP സജീഷിന്റെ TP നമ്മൾ പറഞ്ഞു. ആൻഡ് സുരാജ് എന്ത് പറ്റി? സുരാജ് അതിന്റെ SL അടിക്കാനുള്ള കാരണം അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ അവിടെയാണ് തേർഡ് ടച്ച് വന്നത്. അപ്പൊ ഞാൻ അപ്പൊ പിന്നെ നല്ലൊരു റിയാക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തത്. പക്ഷേ ഇതിൽ ആക്ച്വലി നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഞാൻ പറയാം. ഇപ്പോ സോറി, ഞാൻ ഇതിലൂടെ മോളിലേക്ക് ആക്ച്വലി നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പ്രകാരം ഇതൊരു സോളിഡ് ആയിട്ടുള്ള എന്താണ് റെസിസ്റ്റൻസ് ആണ് അല്ലെ. മൾട്ടിപ്പിൾ ടൈം പലവട്ടം നിന്ന് മൾട്ടിപ്പിൾ ടൈം വന്ന് എടുത്തിട്ടുണ്ട്. സുരാജ് നോക്കേണ്ട കാര്യം ഇത് എവിടുന്ന് കയറി വന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് ഇപ്പൊ ഈ സോളിഡ് ആയിട്ടുള്ള ഇതിലേക്ക് ഞാൻ പറഞ്ഞുതരാം. 1, 2, 3 തവണ വന്നു അല്ലെ. 3 തവണ വന്നു. 3 തവണ വന്നിട്ട് ഓരോ തവണ വരുമ്പോഴും എന്താണ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇവിടുന്നൊക്കെ സെല്ലിംഗ് പ്രഷറാണ് അല്ലെ. പെട്ടെന്ന് ഇവിടുന്ന് ഒരു ബൈ പ്രഷർ വരണമെങ്കിൽ എന്തായിരിക്കും കാരണം? അവിടെ നല്ലൊരു കൺസോൾട്ടേഷനോ ഇതോ ഉണ്ടായിരിക്കണം. അവിടെ നല്ലൊരു ഏരിയ ഉണ്ടായിരിക്കണം. കൺസോൾട്ടേഷൻ ഒക്കെ ഏരിയ ഒരു നമ്മൾ പറഞ്ഞ ഒരു 6 പോയിന്റിൽ നല്ലൊരു ഏരിയ ഉണ്ടായിരിക്കണം. ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ സുരാജിനുള്ള ആൻസർ അവിടെ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള അത് ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇത് പറയുമ്പോൾ ഏറെക്കുറെ നമ്മളിപ്പോ ട്രെൻഡ് ലൈൻ പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവില്ല. ഇപ്പൊ പറയുമ്പോൾ ഇത് പറയുമ്പോൾ ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താണ്, ഇവിടെ ഒരു തവണ വന്നു, 2 തവണ വന്നു, താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നുണ്ട്? വീണ്ടും മുകളിലേക്ക് പോകുന്നുണ്ട്. വീണ്ടും അവിടുന്ന് മുകളിൽ നിന്ന് വലിയൊരു സെല്ലിംഗ് പ്രഷർ വരുന്നത് അല്ലെ. വലിയൊരു സെല്ലിംഗ് പ്രഷർ വരുന്നത്. ആ പ്രഷറിനെ മറികടക്കാൻ പറ്റുന്ന രീതിയിൽ ബയ്യേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കണം. വേണ്ടേ? അപ്പോ അത് ആ ബയ്യേഴ്സ് ഉണ്ടാവുന്ന ഏരിയാസിന് അവർ ഫുട് പ്രിന്റ് ഇട്ട് തരും. അതാണ് പറഞ്ഞ നമ്മുടെ 6 പോയിന്റ് അല്ലെങ്കിൽ 6 ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ തന്നെ പോയി നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷെ അവിടെ ഒരു 1000 ടൈം ഫ്രെയിമിന്റെയോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഏരിയാസ് അവിടെ ഉണ്ടായിരിക്കും. ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. കാരണം എനിക്കിത് BTC ആയതുകൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് പിക്ക് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഞാൻ പിക്ക് ചെയ്തേനെ കേട്ടോ. ക്ലിയർ ആയില്ലോ? പറഞ്ഞെന്താ അത് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി സാർ. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു ആ ട്രേഡ് താഴോട്ടുള്ള ട്രേഡ് ഡിസ്കസ് ചെയ്തിരുന്നോ? സാറ് പറഞ്ഞിരുന്ന ഏരിയ 4 ഹവറിന്റെ എന്താണ്? അതെ, അത് എങ്ങനെയായിരുന്നു? താഴോട്ടേക്കോ മോളിക്കോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ സാറിനോട് സെല്ല് ചോദിച്ചായിരുന്നു. സാറ് പറഞ്ഞു സ്ട്രോങ് ഏരിയ ആണ്, സെൽ എടുക്കണ്ടെന്ന് പറഞ്ഞു. ആ ഏരിയ എന്നാണ് കയറി പോയിരിക്കുന്നത് അല്ലെ. അതെ. അത് ഞാൻ പറഞ്ഞത് അവിടെ ഉണ്ടായിരിക്കും, ഇല്ലാണ്ട് ഇരിക്കില്ല. അല്ലെങ്കിൽ അത് ലോജിക്കാണ്, വളരെ സിമ്പിൾ ലോജിക്കാണ്. അത് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും എന്നുള്ളത്.
ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ 6 ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ 6 ഏരിയ പഠിക്കാൻ വേണ്ടി അപ്പൊ എന്താ സംഭവിച്ചു, ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ 6 അല്ല കേട്ടോ, അതിന് മുകളിലുണ്ട്. പക്ഷെ എന്നാലും പ്രധാനപ്പെട്ട 6 ഏരിയ എന്ന് പറഞ്ഞത് അത് ഈ 6 ഏരിയ പഠിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇവിടെ അതിനു വേണ്ടി എനിക്കത് അറിയാത്തതുകൊണ്ടാണ് ഫെയിലർ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന കുറെ ആൾക്കാരുടെ ഇവിടെ. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഓൾറെഡി മാർക്കറ്റിന്റെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റിന്റെ മൂവ്മെന്റ് നിങ്ങൾക്ക് ഒരു ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു 6 ഏരിയ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, ഐ മീൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ. ഓക്കെ, എന്തായാലും നമുക്ക് ട്രേഡിലേക്ക് പോവാം. ഷാജഹാൻ നേരത്തെ പറഞ്ഞ ട്രേഡ് ഉണ്ട്, 100 പിപ്സിൽ എക്സിറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മളിന്ന് കാലത്ത് പറഞ്ഞ ബ്രേക്ക് ചെയ്ത ട്രേഡ് അല്ലേ? കറക്റ്റ് അവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം? അതെ അതെ ഇതല്ല അതെ, അവിടെ ഇതല്ല ഉണ്ടായിരുന്നു. ഇതല്ല ഇതല്ല എടുത്തത്, അതിതോ അല്ല, ഇതല്ല, ഇതാ എടുത്തിരിക്കുന്നത്. ഇതാ എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഈ ഒരു ലൈൻ എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 3 മിനിറ്റ്സിലായിരിക്കും അല്ലേ? അതെ, 3 മിനിറ്റ്സിൽ മനസ്സിലെടുത്തു. 3 മിനിറ്റ്സിലെടുത്ത് ഈ ഒരു ഇതാണ് എടുത്തിരിക്കുന്നത്. 3 മിനിറ്റ്സിലെടുത്ത്. ഓക്കെ, ഇത് വെച്ചിട്ട് എടുത്തിരുന്നു. ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ. ഇതല്ലല്ലോ. അല്ല അതല്ല, അത് കഴിഞ്ഞിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് തോന്നുന്നു. ഇങ്ങനെ വര വന്നിരിക്കുന്നത് 1 2 3 1 2 3 ഇതാ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്ന് അടുത്ത് ഈ ഒരു ട്രേഡ് വന്നിരിക്കുന്നത് അല്ലെ? ഈ ട്രേഡ് തന്നെ വന്നത്. യെസ്, താഴത്തേക്ക് ഒരു ക്യാനൽ ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറി പോയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാം, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എന്താണ് സോളിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ട്രേഡിന്റെ ക്വാളിറ്റി പറയാണ് കേട്ടോ. സക്സസ് ആയ ട്രേഡാണ്, കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആണ്. മാർക്കറ്റ് അവിടേക്ക് ഇറങ്ങി വന്ന സമയത്ത് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തില്ല, താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് എന്താ ചെയ്ത്, ഇവിടെ ഒരു ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് കയറിപ്പോയി. കണ്ടോ? ആർക്കെങ്കിലും മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ നമ്മൾ എപ്പോഴും സ്ട്രാറ്റജീസ് ഇതിന്റെ താഴേക്ക് വെക്കണം എന്ന് പറയുന്നത്? അതായത് സിങ്ങിന്റെ താഴെ വെക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഇതിന്റെ ഉള്ളിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അവിടെ. മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ ഇത് ഞാൻ പറഞ്ഞത് എന്താന്നുള്ളത്? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ക്ലിയർ ആയി. അതായത് അവിടെ ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്, അതും കൂടി അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ്, അല്ല അതും കൂടി എടുത്തിട്ടാണ് പോയത്. അപ്പോൾ മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഷാജഹാൻ, ഇപ്പോൾ നമുക്കൊരു എൻട്രി പോസിബിലിറ്റി വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ നോക്കാൻ തോന്നുന്നു 3 മിനിറ്റ്സിലൊക്കെ എൻട്രി വന്നു ഓൾറെഡി. എൻ്റെ മോളിക്ക് തന്നെയാണ് നോക്കാം ഇവിടെ ഒരു എൻട്രി പോസിബിലിറ്റി എന്താ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ ഉള്ളത്. ഇനി മറ്റേ ഗ്രൂപ്പുകളിൽ ഞാൻ നോക്കട്ടെ. മറ്റേ ഗ്രൂപ്പിൽ ആരൊക്കെ SL അടിച്ചിട്ടുണ്ട്. ആൽവിന്റെ SL ഓൾറെഡി ഡിസ്കസ് ചെയ്തു വേറെ ട്രേഡിൽ. ബാദുഷായുടെ SL ഓൾറെഡി വേറെ ട്രേഡിൽ ഡിസ്കസ് ചെയ്തു. പിന്നെ ഏതാ ഉള്ളത്? ആൽവിന്റെ ഒരു പ്രീതി, സവീഷ്. കഴിഞ്ഞതിന്റെ ഒന്നും സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇടുന്നില്ല കേട്ടോ. കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും ഇടുന്നില്ല, അതാണ് വേറെ കാര്യം. ഒക്കെ എടുത്തോന്ന് വെച്ചിട്ടുള്ള ഇടല് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എനിക്ക് ഇത് രണ്ടെണ്ണം എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുള്ളൂ. നിങ്ങളെല്ലാവരും കഴിഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് ഇടണം കേട്ടോ അവിടെ, എന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. SL അടിച്ചെങ്കിൽ SL, ആൽവി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇല്ല, ആൽവിനും ബാദുഷയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്റെ BTC SL അടിച്ചിരുന്നു, അത് പറഞ്ഞായിരുന്നു. ഞാൻ ഇട്ടില്ല, ഇട്ടാലേ അറിയുള്ളൂ നമുക്ക് കേട്ടോ അത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ മാർക്കറ്റില് ഈ കണ്ടിന്യൂവേഷൻ ആഡ് ഓൺ ചെയ്യാൻ പറ്റിയ കുറെ പോയിന്റുകൾ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഇതില് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഞാൻ അനാലിസിസ് കേട്ടോ, എന്നിട്ട് ഞാൻ പറഞ്ഞു. അതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഇത് വന്നത്. ഇന്നിപ്പോ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ആളുകൾ ഇന്നിപ്പോ എത്ര പേര് ടോട്ടൽ ട്രേഡ് എടുത്തിട്ടുണ്ടോ കൈവന്നിച്ച്? ട്രേഡ് എടുത്ത ആളുകളൊന്ന് കൈവന്നിച്ച്. 8 പേരുള്ളൂ. 8 പേര് ആകെ എടുത്തിട്ടുള്ളൂ. അതിനൊക്കെ എത്ര നേരം എടുത്തു എന്ന് പറഞ്ഞിട്ട് 11 പേര്. നമുക്കതൊരു ചുരുങ്ങിയത് ഒരു 20 പേരെങ്കിലും 25 പേരെങ്കിലും ഡെയിലി എടുക്കുന്ന ലെവലിലേക്ക് എത്തണം. നിങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ
എടുത്തിട്ടൊന്നും അല്ല, എടുക്കാത്തതാണ്. അതാണ് കാര്യം. ഓക്കെ. ഇപ്പോ 10 പേര് ഇപ്പൊ കാണിക്കുന്നുണ്ട്. 10 പേര് കൈവന്നിച്ചിട്ടുണ്ട്. അല്ല 11 പേര്. ഞാൻ ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി വെച്ചിട്ടാണ് പറയുന്നത്. ഈ 11ൽ എത്ര പേര് സക്സസ് ആയിട്ടുണ്ട്? കൈവന്നിച്ചോ? 3 പേരെ കാണിക്കുന്നു. 3 പേര് സക്സസ് ആയിട്ടുള്ളൂ. 4 പേരായിട്ടുള്ളൂ. 7 ആൾക്കാരൊന്ന് ഫെയിലർ ആയിരുന്നു. അടിപൊളി. 7 ആൾക്കാരത് ഫെയിലർ ആയിരിക്കണേ, അടിപൊളിയാണ്. അപ്പോ 7, ഞാൻ 5 ഒന്ന് ബ്രേക്ക് ഇവള്ള ഞാനില് ഞാൻ ഒരു ടോട്ടലാണ് ട്രേഡ് പറഞ്ഞത്. നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിപ്പോ പ്രോഫിറ്റിലാണ്. ടോട്ടലാണ് ഞാൻ പറഞ്ഞത്. ടോട്ടൽ 7 പേരില് അപ്പൊ 11 പേരില് എന്ന് പറയുമ്പോ 6 പേര് ഫെയിലറാണ്. ഓക്കെ, കുഴപ്പമില്ല. നമ്മള് കണക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നോക്കാറില്ല. ഓക്കെ, എനിവേ നമുക്കൊന്ന് നോക്കാം ആരൊക്കെ പ്രോഫിറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതല്ലാത്ത ആളുകൾ വേറെ ആരെങ്കിലും പ്രോഫിറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, ലോസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. നിങ്ങളോട് ഇന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ, ലോസും പ്രോഫിറ്റ് അപ്ഡേറ്റ് ചെയ്യാം. മറ്റേ ഗ്രൂപ്പിലുള്ള ആളുകൾ ആരും ഇടുന്നില്ല. ഹെൽത്ത് പ്രോഫിറ്റ് ആണല്ലോ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് കൈവന്നിച്ചിട്ടില്ല. ആൽവിൻ ലോസ് ആണ്. ഹെൽത്ത് പ്രോഫിറ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞു കൈവന്നിച്ചിട്ടുണ്ടോ? ഓക്കെ. ഹെൽത്ത് 11.5 പ്രോഫിറ്റ്, ആൽവിൻ -11 ലോസ്, പ്രീതി -9.75 ലോസ്, ശ്രേയസ് -5.4 ലോസ്, ബിജോയ് ട്രേഡ് എടുത്തില്ല, ബാദുഷ -3.7 ലോസ്, സവീഷ് +354 പ്രോഫിറ്റ്. അപ്പൊ ഇത്രയാണ്. ഒരെണ്ണം റണ്ണിങ്ങിലാന്ന് പറഞ്ഞു, 2 ട്രേഡ് റണ്ണിങ്ങിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ എഴുതിയതാണത്. ഓക്കെ, ഇനി മറ്റേ ഗ്രൂപ്പിലുള്ള ആളുകൾ ജിത്തിൻ പ്രോഫിറ്റ് +17.14. വലിയ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ ജിതിൻ. സൂരജ് വലിയ ലോസ് ആണല്ലോ കാണിക്കുന്നത്. സൂരജ് -13.05 വലിയ ലോസ് കാണിക്കുന്നു. ഇത്രയും വലിയ SL വന്നു അല്ലെ. ഷാജഹാൻ $100 പ്രോഫിറ്റ്, $100 പ്രോഫിറ്റ്. ഷമ്മാസ് 7.43 പ്രോഫിറ്റ്. അൻവർ 3.73 പ്രോഫിറ്റ് അല്ല ലോസ്. അൻവറെ ട്രേഡ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇടണ്ട, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ട്രേഡ് ഇടാണ്ട് ഇങ്ങനെ ഇടണ്ടാവുന്നുള്ളൂ, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഷെബിൽ 5.2 പ്രോഫിറ്റ്. അദ്നാൻ -3 ലോസ്. യാസർ -8 ലോസ്. ആഷിഖ് 24 പ്രോഫിറ്റ്. 0.01 24 ആണ് കേട്ടോ. സജീഷ് 23.4 പ്രോഫിറ്റ്. ധനൂജ് $7 പ്രോഫിറ്റ്. അപ്പൊ പ്രോഫിറ്റ് ഉള്ള ആളുകൾ ഉണ്ട് കേട്ടോ. ആകെ 4 പേരല്ലോ. 1, 2, 3, 4, 5, 6, 7 പേര് തന്നെ ഇതില് പ്രോഫിറ്റ് ഉണ്ട്. മറ്റേതില് 7ഉം എൽദോ 7, 8, 9 പേര് മറ്റേതില് പ്രോഫിറ്റ് ഉണ്ട്. അവിടെ ലോസ് വന്നിരിക്കുന്നത് 1, 2, 3, 4 ലോസ്. ഇവിടെ ലോസ് വന്നിരിക്കുന്നത് 5, 6, 7, 8, 9 ലോസും. നേരത്തെ എത്ര ഞാൻ പറഞ്ഞു? 9 പ്രോഫിറ്റ് അല്ലേ പറഞ്ഞത്? 9 ലോസും 9 പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കൈപൊക്കിയ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകളും വന്നിട്ടുണ്ട്. 9 പ്രോഫിറ്റ് 9 ലോസും ആണ് വന്നിരിക്കുന്നത്. അതായത് 50-50 ആണ് വന്നിരിക്കുന്നത് ഇത്തവണ. അപ്പൊ എനിവേ നമുക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ 9 എന്ന് പറയുമ്പോൾ 18 ആൾക്കാരോളം ട്രേഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 20ന്റെ അടുത്തേക്ക് ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഡെയിലി ഈ പറഞ്ഞ പോലെ തന്നെ കൂടി കൊണ്ടുവരാം. അപ്പോൾ ഞാൻ നിങ്ങളോട് വല്ലാണ്ട് ഒരുപാട് ട്രേഡുകളൊന്നും എടുക്കാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 1-2 ട്രേഡ് ഡെയിലി എടുക്കുക. അതിൽ പ്രോഫിറ്റോ ലോസോ ആയിക്കോട്ടെ, നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ട്രേഡ് അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കാന്ന് പറയുന്നത്. അപ്പൊ അതുപോലും എടുക്കാതിരിക്കുന്ന സമയത്താണ് ചില ദിവസങ്ങളിൽ നമ്മുടെ ടെമ്പർ തെറ്റുന്നത്. ഓക്കെ, എനിവേ ഇന്നിപ്പോ 50-50 ആണ് നിൽക്കുന്നത്. നാളെ ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതലാവട്ടെ, അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് പോട്ടെ എന്നുള്ള ആശിക്കുന്നു. അപ്പൊ ഇതാണ് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇനി നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് കഴിഞ്ഞിട്ട് ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.